പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അടിമുടി നിയമന വിവാദങ്ങൾ. SSK പ്രോജക്ട് കോർഡിനേറ്റർ നിയമനത്തിലും ചട്ടവിരുദ്ധ നീക്കങ്ങൾ. അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി കഴിയും മുൻപ് പല തസ്തികകളിലേക്കും നിയമനം നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവും ഇറക്കി. സമഗ്ര ശിക്ഷ കേരളയിലെ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ, ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ തസ്തികയിലേക്കുള്ള നിയമനങ്ങളിലാണ് വഴിവിട്ട നീക്കങ്ങൾ സർക്കാർ നടത്തിയത്. ഡെപ്യൂട്ടേഷൻ നിയമനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി അവസാനിക്കും മുൻപേ സർക്കാർ പല പോസ്റ്റുകളിലേക്കും നിയമന ഉത്തരവ് പുറത്തിറക്കി. ഈ മാസം 17-ാം തീയതിയാണ് നിയമനത്തിനുള്ള അപേക്ഷ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ക്ഷണിച്ചത്. എന്നാൽ അപേക്ഷ ക്ഷണിച്ച് പിറ്റേ ദിവസം തന്നെ കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്ററെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കി. ഡോക്ടർ നിസാറിനെയാണ് ജൂലൈ 18-ന് നിയമിച്ച് ഉത്തരവിറങ്ങിയത്. തൊട്ടു പിന്നാലെ പാലക്കാട് പട്ടാമ്പിയിൽ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്ററെയും ഇതേ രീതിയിൽ സർക്കാർ നിയമിച്ചു. അപേക്ഷിച്ചവരെ എല്ലാം പരിഗണിച്ച് ചട്ടത്തിനനുസരിച്ചുള്ള നിയമനം നടത്തേണ്ട പോസ്റ്റുകളിലേക്കാണ് സർക്കാർ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നത്. അപേക്ഷ ക്ഷണിച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത്. എന്തിനാണ് പിന്നെ അധ്യാപകർ എന്ന നിലയിൽ തങ്ങളോട് അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അധ്യാപകർ ചോദിക്കുന്നുണ്ട്. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയും ചട്ടവിരുദ്ധമായുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ നിയമനങ്ങൾ നടക്കുന്നത്. അതിലെ ഒരു ഉദാഹരണം മാത്രമാണ് SSK പ്രോജക്ട് കോർഡിനേറ്റർ നിയമനത്തിലെ വിവാദങ്ങളും. ഇതിനോടകം തന്നെ നിരവധി അധ്യാപകരാണ് നിയമനങ്ങളിൽ വിമർശനമുയർത്തിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.